I'm so happy. Movie was amazing. എല്ലാ ആക്ടേഴ്സും ബ്രില്യൻ പെർഫോമൻസ് ആണ്. ആസിഫ് അലി അമലായാലും ഷറഫുദ്ദീൻ ആയാലും സൂപ്പർ സബ്ജക്റ്റ് ആണ്, കാണേണ്ടതാണ്. ആസിഫ് അലി എല്ലാം നന്നായിട്ടുണ്ട്. മലയാളത്തിലൊരു ചിരി കൊണ്ട് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു നടനാണ് ആസിഫ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ വേ ഓഫ് ആക്ടിങ്ങിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം ഓവറോൾ നല്ല പടമാണ്. എനിക്കറിയില്ല, എൻ്റെ ഒരു ആഗ്രഹം അവാർഡ് കിട്ടണമെന്നാണ്. ആ ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. How do you feel after watching this? The movie is wonderfully made. Everything is, even the actors have performed really well. You know, even the location is good. I think everything has been done wonderfully in the movie. Highly recommended. I'm so happy. Movie was amazing. എല്ലാ ആക്ടേഴ്സും ബ്രില്യൻ പെർഫോമൻസ് ആണ്. ആസിഫ് അലി അമലായാലും ഷറഫുദ്ദീൻ ആയാലും സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ബ്രില്യൻ്റ് ആണ്. ഒരു ഗ്രിപ്പിംഗ് ത്രില്ലറാണ്. അപ്പം അതെ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ലുക്ക് ആൻഡ് ഹിസ് ആക്ടിങ് ഐ എം ഷുവർ പുള്ളിയുടെ കരിയറിൽ ഇതൊരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ആസിഫ്. ഒരു സ്പാനിഷ് ഫ്രഞ്ച് സിനിമ കണ്ടിട്ട് കിട്ടും നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ പടത്തിൽ തരാൻ പറ്റും. കാരണം ഈ പടത്തിൻ്റെ സ്റ്റൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആസിഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന ഒരു ആസിഫിക്കില്ല. നോട്ടത്തിൽ, സംസാരത്തിൽ, നടപ്പിൽ, വേ ഓഫ് ടോക്കിൽ തന്നെ പുള്ളി ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇതിൽ ക്യാരക്ടർ ചെയ്തേക്കണത്. അതിൽ അമലാപ്പോളിനോട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചെറിയ ഡയലോഗുണ്ട്. പില്ല എന്ന് പറയുമ്പോൾ ആസിഫിൻ്റെ ഒരു ചിരിയുണ്ട്. ഇതുവരെ ആസിഫിൻ്റെ ഒരു സിനിമയിലും ഞാൻ അങ്ങനൊരു ചിരി കണ്ടിട്ടില്ല. കാരണം മലയാളത്തിലൊരു ചിരി കൊണ്ട് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു നടനാണ് ആസിഫ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ വേ ഓഫ് ആക്ടിങ്ങിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം ഓവറോൾ നല്ല പടമാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, ജിത്തു സാറുടെ വർക്കിൽ അങ്ങനെ ഒരു എൻഡിങ് ഒരു ഡിഫറെൻ്റ് ഒരു സംഭവം ഉണ്ടാവും. അത് ഇതിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ സാർ അത് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ സബ്ജക്റ്റാണ്, കാണേണ്ടതാണ്. താങ്ക് യു. ഗംഭീര പടമാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴൊന്നും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പടം എന്തായിരിക്കും, ഒരു ഓഫ് ബീറ്റ് മൂഡാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ഗംഭീര പടം, ഗംഭീര ആക്ടിങ്. ആസിഫ് അലിയുടെ ഗംഭീര ആക്ടിങ്. ആസിഫ് അലി മാത്രമല്ല, അമലാപ്പോളും ഷറഫുദ്ദീനും ഗംഭീര ആക്ടിങ്. ഗംഭീര പടം. ഭയങ്കര ട്വിസ്റ്റാണ്. പടം എന്തായാലും കാണേണ്ടതാണ്. അതെ മൂന്ന് പേര് ലാഗ് ഒന്നുമില്ല. കാരണം ഇത് ട്വിസ്റ്റാണ്. നമ്മൾ ലാഗ് അടിക്കും എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അടുത്ത ട്വിസ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഗംഭീര പടം, നല്ല പടം. അത് കാണുക തന്നെ വേണം. കാരണം അത്രയും ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ വന്നത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനത് ട്രailer മാത്രം കണ്ടിട്ട് ഓഫ് ബീറ്റ് മൂഡായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷേ പടം ഗംഭീര പടമാണ്. എന്തായാലും ഒന്ന് വന്ന് കാണണം. അതെ നല്ല രസമുണ്ട്. നമുക്ക് ആ ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങളും അത് ഞാൻ പറഞ്ഞു ഇറങ്ങിയ പടത്തിൻ്റെ ഓവറോൾ സസ്പെൻസ് പുറത്ത് വരും. അപ്പോൾ ആസിഫ് അലിയുടെ ഉറപ്പായിട്ടും ആസിഫ് അലിയുടെ ഗംഭീര ആക്ടിങ്. എനിക്കറിയില്ല, എൻ്റെ ഒരു ആഗ്രഹം അവാർഡ് കിട്ടണമെന്നാണ്. ആ ലെവൽ ഓഫ് ആക്ടിംഗ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആസിഫ് അലി എല്ലാം നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ, ക്യാമറ, ആർട്ട്, മേക്കപ്പ് എല്ലാം ഒരുപാട് നന്നായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ജിത്ത് ജോസഫിൻ്റെ അസോസിയേറ്റ് ആണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ജിത്ത് ജോസഫ് ദൃശ്യത്തിലേക്ക് സസ്പെൻസ് സീനിലേക്ക് തരുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലുണ്ട്. ഒരു ബീജിയം കയറി വരുന്നു, ആ ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്ന ആ പ്രസൻറ്റ് സിറ്റുവേഷൻസ് ഒക്കെ ഇതിൽ പക്കായിട്ട് തോന്നുന്നുണ്ട്. ഇൻട്രോയിലും ക്ലൈമാക്സ് ഒക്കെ സൂപ്പർവാണ്. പക്ഷേ ഒരു സ്ലോ ഫേസ്ഡ് ത്രില്ലറാണ്. അതെ പക്ഷെ അത് കൂടുതലും നമ്മുടെ ക്രൂ ഒക്കെ തന്നെ ആയിരുന്നു. അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. പക്ഷെ അവർ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. സിനിമയോടുള്ളൊരു സ്നേഹം കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ. ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഇനി ബാക്കിയുള്ള ഷോസൊക്കെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേട്ട പോലത്തെ റിവ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. സിനിമയായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ആദ്യത്തെ പടമാണ് ഇത്. ആക്ച്വലി ഡയറക്ടറാണ് ഞാനപ്പോൾ. ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും DOPയുടെയും ആദ്യത്തെ മലയാള പടം റിലീസ് ചെയ്തായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾ 4 പേര് ഉണ്ട് ഇതിൽ. സോ ഐ റിയലി ഹോപ്പ് ഇറ്റ് വർക്ക്സ്.